പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ദ സോവർണിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും. വളരെയധികം പ്രസംഗിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട, ചിന്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവശാസ്ത്ര സത്യമാണിത്. ഒരു പുതിയ ഏതെങ്കിലും ഒരു തിയോളജിക്കൽ ഇഷ്യൂ ഒന്നുമല്ലിത്. എന്താണ് ഇതൊരു വളരെ സങ്കീർണമായൊരു വിഷയമാണ്. എന്താണ് ഇതിൻ്റെ അകത്തെ സങ്കീർണത? ദൈവം തൻ്റെ സോവറിൻ വില്ലിൽ, തൻ്റെ പരമാധികാരത്തിൽ സകലതും തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളുടെ ആദ്യ ഭാഗത്ത് ഇത് ചിന്തിച്ചിട്ടുണ്ട് പല വാക്യങ്ങളിലൂടെ. അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ്റെ ഇഷ്ടത്തോട് ആർക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും? അവൻ തൻ്റെ ഹിതത്തിൻ്റെ ആലോചനയൊക്കെയും നിവർത്തിക്കുന്നു. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും പ്രസ്താവിക്കുന്നു. അപ്പം ഓൾറെഡി ദൈവം തൻ്റെ പരമാധികാരത്തിൽ സകലതും തീരുമാനിച്ച് തൻ്റെ പ്ലാൻ ഫിക്സ് ചെയ്തിരിക്കുന്നുവെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഇച്ഛ, തിരഞ്ഞെടുക്കുവാനുള്ള ശേഷി, മനുഷ്യൻ്റെ തീരുമാനം, ഇവയ്ക്കൊക്കെ എന്ത് പ്രസക്തിയാണ്? ദൈവം ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ മനുഷ്യൻ ഒരു മെഷീനെ പോലെ ജീവിക്കുന്നു എന്നല്ലേ അർത്ഥമുള്ളൂ. എന്നാൽ ബൈബിൾ വളരെ മനോഹരമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദൈവിക പദ്ധതികൾ നിറവേറുന്നതെന്ന് ബൈബിൾ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. ശരിക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു സത്യമാണിത്. നമ്മുടെ കർത്താവിലുള്ള ആശ്രയം, വിശ്വാസം, പ്രത്യാശ, ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസ്, രക്ഷാപദ്ധതി, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ചില ചിന്തകൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആദ്യം ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്കൊരു പ്രവേശനമുണ്ടാവും. ദൈവം സകലവും തൻ്റെ പരമാധികാരത്തിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് ഹീസ് നോട്ട് പ്ലാനിങ്. അവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അവൻ പ്ലാൻ ചെയ്യാൻ പോവുകയല്ല. അവൻ ഓൾറെഡി തൻ്റെ അനാദിയിൽ തന്നെ അവൻ്റെ തീർപ്പ്, അവൻ്റെ ഡിക്രി അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളും ഇനി നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല തൻ്റെ പ്ലാനിനെ നിർണയിക്കാൻ. സകലതും എറ്റേണൽ, ദൈവത്തിൻ്റെ നിത്യമായ എറ്റേണൽ പ്ലാൻ, എറ്റേണൽ പർപ്പസ്, അത് താൻ തൻ്റെ സോവറിൻ വില്ലിൽ ഓൾറെഡി തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവം എല്ലാം തൻ്റെ ഹിതത്തിൽ അങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ ഫ്രീ വില്ലെന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ വില്ല് ഫ്രീ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എങ്ങനെ ആയതുകൊണ്ട് അത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മുടെ ഇച്ഛയ്ക്ക് എന്താണ് പ്രാധാന്യം? ശരിക്കും നമ്മളുടെ ഇച്ഛയെ, നമ്മുടെ തീരുമാനത്തെ, നമ്മുടെ ഉത്തരവാദിത്വത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തൻ്റെ നിത്യമായ പ്ലാൻ ദൈവം നിർണയിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. നാം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ പരിണത ഫലം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം അനാദിയിലെ തൻ്റെ പ്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇച്ഛ, തെരഞ്ഞെടുപ്പ്, തീരുമാനം ഇവയൊക്കെ ഉൾപ്പെടുത്തിയാണ് ദൈവം തൻ്റെ എറ്റേണൽ പർപ്പസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കും അതിൻ്റെ ഔട്ട്കം ദൈവത്തിൻ്റെ മുന്നമേ നിർണയിക്കപ്പെട്ട പ്ലാനിനെ ഫുൾഫില്ല് ചെയ്യുന്നതുമാണ്. നിങ്ങളുടെ യേസും നിങ്ങളുടെ നോയും
ആത്യന്തികമായി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ സെർവ് ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ തീരുമാനം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം തൻ്റെ നിത്യമായ പ്ലാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേദവസ്തുത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ പ്ലാനിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടോ മനുഷ്യൻ്റെ ചോയ്സ് കൊണ്ടോ ദൈവം ആത്യന്തികമായി പ്ലാൻ ചെയ്തിരിക്കുന്നതിനെ മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന് നിത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഡിക്രിയാണ്, അത് ദൈവത്തിൻ്റെ തീർപ്പാണ്, അത് ദൈവത്തിൻ്റെ നിർണയമാണ്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സോവറൻ വില്ലിലുള്ള ഒന്നും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം ഓൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം അത് അനാദിയിലെ നിർണയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വതന്ത്രമായ അല്ലെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഇച്ഛ കൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ തീരുമാനവും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം എടുത്തിരിക്കുന്ന തൻ്റെ പ്ലാനും ഒരേപോലെയാണ് വർക്കാവുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനവും ദൈവത്തിൻ്റെ പദ്ധതിയെ മറികടക്കാൻ കഴിയുന്നതല്ല. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഇച്ഛ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പുകളും ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സെർവ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതിനെ മാറ്റാൻ കഴിയത്തില്ല, അതിനെ മോഡിഫൈ ചെയ്യാൻ കഴിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു വലിയ ബോൾഡ്നെസ്, ഒരു ധൈര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യൻ എടുക്കുന്ന ഏത് തീരുമാനവും അത് നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, ഏതും അത് ഈവിൾ ആയിക്കൊള്ളട്ടെ അത് ഡിവൈൻ ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ എടുക്കുന്ന സകല തീരുമാനങ്ങളുടെയും ഔട്ട്കം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ധൈര്യം. അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അവനാണ്. എന്നാൽ അവന്റെ പ്രവൃത്തിയുടെ ഔട്ട്കം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവമാണ് അത് ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അനാദിയിൽ തന്നെ ദൈവം തൻ്റെ പരമാധികാരത്തിൽ തീരുമാനിച്ചത് നാം നമ്മുടെ ഇച്ഛ കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെയും കൂടെ തൻ്റെ ആത്യന്തിക പ്ലാൻ, എറ്റേണൽ പർപ്പസ് നിവർത്തിക്കാൻ, ഫുൾഫിൽ ചെയ്യുവാൻ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ഒരു സൈഡിൽ ദൈവം എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ആ തീരുമാനം എങ്ങനെയാണ് ദൈവം നിറവേറ്റുന്നത്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ തീരുമാനം ദൈവത്തിൻ്റെ സോവറൻ പ്ലാനിനെ ഹനിക്കുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന സകല ചെറുതും വലുതുമായ പ്രവൃത്തിയും ആത്യന്തികമായി ദൈവം നിർണയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് എല്ലാം എത്തിച്ചേരുകയാണ്. മനുഷ്യന്റെ തെറ്റായതും ശരിയായതും ആയ സകല പ്രവൃത്തികളുടെയും ഔട്ട്കം. ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഈ ഒരു സത്യത്തിലാണ് ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ അനുസരണക്കേട്, അവിശ്വാസം, വിശ്വാസം, ഇതിനെയെല്ലാം ദൈവിക പദ്ധതിയെ നിറവേറ്റുവാൻ ദൈവം എങ്ങനെ മനോഹരമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് വിശുദ്ധ ബൈബിൾ. അതാണ് ബൈബിളിൻ്റെ പ്രതിപാദ്യം. ഓക്കെ, ഈ കാര്യങ്ങളെ നമുക്ക് കുറെ കൂടെ വിശാലമായി ചിന്തിക്കാം. എങ്ങനെയാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ പരമാധികാരവും ഒരുമിച്ച് പോകുന്നു? മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും
അതിൻ്റെ ഉത്തരവാദിത്വം അവനാണ്. അവൻ ഇന്നത് ചെയ്യണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടില്ല. അവൻ ഇന്നത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എനിക്കും, എന്നാൽ ആ പ്രവൃത്തി ആത്യന്തികമായി ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഫുൾഫിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം എനിക്കും, അതിൻ്റെ ഔട്ട്കം എന്താണെങ്കിലും അത് ആത്യന്തികമായി ദൈവിക പദ്ധതിയെ നിറവേറ്റുന്നതുമായിരിക്കും. ഈ നിലയിലാണ് ദൈവം തൻ്റെ ഉദ്ദേശങ്ങളെ നിറവേറ്റിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം എടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ചില ഹിതമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ ഉൾപ്പെടുത്തി ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിത്യത, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇവയെല്ലാം ദൈവം തൻ്റെ സോവറൻ പ്ലാനിൽ തീരുമാനിച്ചിരിക്കുക. 1000 ആണ്ട് വാഴ്ച, ഇതൊക്കെ ഇനിയുമ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നതല്ല. ദൈവത്തിൻ്റെ, നിങ്ങൾക്കിനി ഒരു വാർത്ത കേൾക്കാൻ പറ്റത്തില്ല 1000 ആണ്ട് വാഴ്ച ക്യാൻസൽ ചെയ്തു, പുതിയ ആകാശം പുതിയ ഭൂമി ഇല്ല. അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. അതിന് മാറ്റമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ ഓൾറെഡി തൻ്റെ സോവറൻ വില്ലിൽ തീരുമാനിച്ച കാര്യത്തിലേക്ക് നമ്മളുടെ തീരുമാനങ്ങളുടെ പരിണിതഫലം എത്തിച്ചേരുക. അങ്ങനെയെങ്കിൽ അവൻ്റെ അനാദി നിർണയം മാത്രമാണ് നിലനിൽക്കുന്നത്. മനുഷ്യന്റെ ഒരു തീരുമാനത്തിൻ്റെയും, പിശാചിൻ്റെയോ മനുഷ്യൻ്റെയോ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെയോ ഇച്ഛ കൊണ്ട് അവനെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ പ്ലാനിനെ മാറ്റാൻ കഴിയുന്നതല്ല. അപ്പോൾ തന്നെ മനുഷ്യനെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം അവനാണ്. നമുക്കിത് വേദപുസ്തകത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പം പ്രാഥമികമായിട്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയേണ്ടതിന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ ആവർത്തിക്കും. ആവർത്തന വിരസത വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്കത് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2:23-24 വാക്യങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നിർണയിക്കപ്പെട്ട കാര്യങ്ങളും മനുഷ്യൻ തൻ്റെ ഇച്ഛയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ചേർന്ന് പോകുന്നത്. അത് പ്രധാനമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:23 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അപ്പോൾ ആരാണ് തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും യേശുവിനെ ഏൽപ്പിച്ചത്? ദൈവം. പക്ഷെ ആരുടെ കയ്യാലാണ് അത് നിറവേറ്റപ്പെട്ടത്? മനുഷ്യരുടെ കയ്യാൽ. അപ്പൊ ശ്രദ്ധിച്ച്, മനുഷ്യർ അവരുടെ ഇഷ്ടം, അവൻ്റെ സ്വന്തം ഇഷ്ടം, അവൻ എന്താണോ ഡിസൈർ ചെയ്യുന്നത് അവൻ അത് ചെയ്യുകയും അപ്പോൾ തന്നെ അവർ ദൈവം എന്താണോ മുൻ നിർണയിച്ചിരിക്കുന്നത് അതും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഫുൾഫിൽ ചെയ്യുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Men do what exactly he decides to do and they do exactly what God determined to do. മനുഷ്യൻ തൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ തന്നെ അവൻ ചെയ്യുന്ന അവൻ്റെ ഇഷ്ടം ദൈവം ഓൾറെഡി നിർണയിച്ചിരിക്കുന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ആരാണ് കൊന്നത്? മനുഷ്യരാവുന്നത്. പക്ഷെ മനുഷ്യർ കൊന്നെങ്കിലും ഇത് ആത്യന്തികമായിട്ട് എന്താ സംഭവിച്ചത്? ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും എന്താണോ പ്ലാൻ ചെയ്തത് അതിനെ സെർവ് ചെയ്യാനേ കഴിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവത്തിന് എതിരോ ദൈവത്തിന് അനുകൂലമായോ ഏത് നിങ്ങളുടെ യേസും നോയും വിശ്വാസമോ അവിശ്വാസമോ എന്തും ആയിക്കൊള്ളട്ടെ, അത് ആത്യന്തികമായി ദൈവം ഓൾറെഡി നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളെ സെർവ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ മാറ്റാൻ കഴിയത്തില്ല. അവിടെയാണ് ദൈവം ദൈവമായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിങ്ങൾക്ക് ഒരു ഇച്ഛ തെരഞ്ഞെടുപ്പാനുള്ള ശേഷി തരണമെന്ന് തൻ്റെ സോവറൻ വില്ലിൽ തീരുമാനിച്ച ദൈവത്തിന് നിങ്ങളുടെ ഇച്ഛ കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഔട്ട്കത്തെ തൻ്റെ സോവറൻ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കാനും അതിനെ
അതിൻ്റെ ഔട്ട്കത്തെ തൻ്റെ സോവറൻ വില്ലിൽ കൺട്രോൾ ചെയ്യാനും ദൈവത്തിന് കഴിയും. അതൊരിക്കലും ദൈവിക പദ്ധതിക്ക് അപ്പുറേ പോകത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയെ ചേഞ്ച് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്ക് യാതൊരു വിധത്തിലുള്ള ഭീഷണി കൊണ്ടുവരത്തില്ല. കാരണം അത് അനാദിയിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് ബീയിങ് ഡെലിവേർഡ് ബൈ ദ ഡിറ്റർമിനേറ്റ് കൗൺസിൽ ആൻഡ് ഫോർ നോളജ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവം ഡിറ്റർമിൻ ചെയ്തിരിക്കുക, അത് മാറ്റാൻ പറ്റത്തില്ല. പുത്രൻ ക്രൂശിക്കപ്പെടണം. പക്ഷെ ദൈവത്തിന്റെ ഈ പരമാധികാരം എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുന്നത്? മനുഷ്യന്റെ ഇച്ഛ കൊണ്ട്, മനുഷ്യന്റെ തീരുമാനം കൊണ്ടാണ്. അത് മനുഷ്യനാണ് തീരുമാനിച്ചത്. പക്ഷെ ദൈവത്തിന്റെ ഓൾറെഡി നിർണയിച്ചിരിക്കുന്ന കാര്യത്തെ അത് ഫുൾഫിൽ ചെയ്യുക ചെയ്യുന്നത്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പം ഇവിടെ വളരെ മനോഹരമായി ദൈവത്തിന്റെ ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ മുൻ നിർണയവും മനുഷ്യന്റെ തീരുമാനവും ഒരുമിച്ച് വരുന്നു. മനുഷ്യന്റെ സ്വന്തം ഇച്ഛയും ദൈവത്തിന്റെ സോവറൻ പദ്ധതിയും കൂടെ ചേർന്നതാണ് യേശുവിന്റെ ക്രൂശീകരണം. യേശുവിനെ ക്രൂശിക്കാൻ മനുഷ്യൻ അവന്റെ തീരുമാനം കൈക്കൊണ്ടു. യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ മുൻ നിർണയവുമാണ്. എന്നാൽ ആര് അവനെ ക്രൂശിക്കണമെന്ന് അവൻ തൻ്റെ ഇഷ്ടത്തിൽ സ്വേച്ഛാധികാരത്തിൽ തീരുമാനിച്ചിട്ടില്ല. മനുഷ്യൻ തന്നെയാണ് തൻ്റെ ഇഷ്ടത്തിൽ തീരുമാനിച്ചത്. അതാണ് മനുഷ്യന്റെ ഡിസയർ അവൻ ചെയ്യുമ്പോൾ തന്നെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ദൈവത്തിന് എന്താണ് ആവശ്യം, അതിലേക്കാണ് മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്താലും എത്തിച്ചേരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു. നമ്മൾ ഈ കാര്യങ്ങൾ അതിന് ആശയപരമായി ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവശാസ്ത്രപരമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ. അപ്പം ദൈവം ഏൽപ്പിച്ചു, അത് ദൈവത്തിൻ്റെ സോവറൻ പ്ലാനാണ്. ദൈവമാണ് ഏൽപ്പിച്ചത്. എന്നാൽ നമ്മൾ കൊന്നു, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവനെ കൊന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കും, അവൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവുമാണ്. ഇനിയും ഇത് ഏറ്റവും കൂടുതൽ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കത് വളരെ സാവകാശം ഒന്ന് ചിന്തിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ജാതികൾ കലഹിക്കുന്നു. ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ. അപ്പൊ യേശു ക്രിസ്തുവിനെതിരെ വംശങ്ങൾ നിരൂപിക്കുന്നു, വ്യർത്ഥമായി ജാതികൾ കലഹിക്കുന്നു, രാജാക്കന്മാർ അണിനിരക്കുന്നു. 27, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി, നീ അഭിഷേകം ചെയ്ത നിന്റെ ദാസനായ യേശുവിന് വിരോധമായി ഹെരോദാവും പന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, സംഭവിക്കണം എന്ന് നീ മുൻകൂട്ടി ആലോചിച്ചത് നീ ചെയ്തു. എങ്ങനെ ചെയ്തു? പീലാത്തോസും ജാതികളും ഇസ്രായേലും ഹെരോദാവും കൂടെ ഒരുമിച്ച് കൂടി അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ എടുത്ത തീരുമാനത്തിലൂടെ നീ നിന്റെ ആലോചനയെ പൂർത്തീകരിച്ചു. God ordained the end through the means. മനുഷ്യരുടെ തീരുമാനങ്ങളുടെ പരിണിത ഫലമായി ദൈവം തൻ്റെ ഉദ്ദേശങ്ങളെ ഓർഡൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 4 കൂട്ടരാണ് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിവർത്തിച്ചത്. 1 ഹെരോദാവ്, 2 പീലാത്തോസ്, 3 ജാതി, 4 ഇസ്രായേൽ ജനം. ഇവര് ദൈവത്തിന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ പ്ലാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അവര് ദൈവത്തെ സഹായിച്ചതല്ല. അവരുടെ അസൂയ, അവരുടെ പക, അവരുടെ
വിദ്വേഷം, അവരുടെ അവിശ്വാസം, ഡിസൊബീഡിയൻസ്, റിബലിയൻ, ഇവയെല്ലാം കൊണ്ട് അവർ ചെയ്ത പ്രവൃത്തി. പക്ഷെ അവർ ആ ചെയ്ത പ്രവൃത്തി, ആ ഈവിൾ പ്രവൃത്തി, ആത്യന്തികമായി അതിൻ്റെ ഔട്ട്കം ദൈവം സംഭവിക്കണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യത്തിലേക്കാണ് എത്തിയത്. അപ്പോൾ യുവർ പ്ലാൻ കനോട്ട് ചേഞ്ച് ഗോഡ്സ് പ്ലാൻ ബട്ട് ഓൺലി ഫുൾഫിൽ ഗോഡ്സ് സോവറൻ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ ദൈവത്തിന്റെ പ്ലാനിനെ മാറ്റുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ സുപ്രീമായ സോവറനായ ദൈവത്തിന്റെ പ്ലാനിനെ അത് ഫുൾഫിൽ ചെയ്യത്തേ ഉള്ളൂ. ദൈവത്തിന്റെ പ്ലാൻ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡാണ്. മനുഷ്യന്റെ ചോയ്സ്, മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ് ആ പ്ലാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ദൈവം പ്ലാൻ ചെയ്തത് നിറവേറുകയും ചെയ്യും. മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അവന് ആയിരിക്കുകയും ചെയ്യും. ഇവിടെ യേശുവിനെ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? പീലാത്തോസിനും ഹെരോദാവിനും യഹൂദന്മാർക്കും ജാതികൾക്കും. നിങ്ങളാണ് അവനെ കൊന്നത്. സോ യു ആർ അക്കൗണ്ടബിൾ ടു ഗോഡ് ഫോർ യുവർ ആക്ഷൻ. പക്ഷേ നിങ്ങൾ ചെയ്തതിൻ്റെ ഔട്ട്കത്തെ ദൈവമാണ് ഗവേൺ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോൾഡ്നെസ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം അവനായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഔട്ട്കം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത് കൊണ്ട് ദൈവം തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം മുൻ നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ദൈവം സകലത്തെ നിയന്ത്രിക്കും. അപ്പോൾ ഇവിടെ ദൈവം പീലാത്തോസിനെയും ഹെരോദാവിനെയും ജാതികളെയൊക്കെ വാടകയ്ക്ക് എടുക്കായിരുന്നു, ഒരു വാടക കൊലയാളികളായിട്ട്, തൻ്റെ ഉദ്ദേശം നിവർത്തിക്കാൻ അല്ല. അവർ അവരുടെ സ്വന്തം സ്വാർത്ഥതയിലും സെൽഫിഷ്നെസ്സിലും പാപ ഹൃദയം കൊണ്ട് അവർ ചെയ്യാൻ പോകുന്ന ആ ക്രൂര കാര്യം ദൈവത്തിന് മുന്നറിയാം. അത് ചെയ്യാൻ അവരെ ദൈവം അനുവദിച്ചപ്പോൾ ദൈവിക പദ്ധതി മാറിയില്ല, ദൈവിക പദ്ധതി നിറവേറിയിട്ടുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ സോവറൻ പ്ലാനും മനുഷ്യന്റെ ഉത്തരവാദിത്വം കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നിറവേറി. സംഭവിക്കണം എന്നുള്ള നിന്റെ ആലോചന അത് മുൻ നിയമിക്കപ്പെട്ടു. അത് സംഭവിച്ചേ പറ്റൂ. അതാണ് നമ്മൾ യൂദായുടെ കാര്യത്തിൽ പഠിച്ചത്. കർത്താവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ളത് ഓൾറെഡി മുൻ നിർണയിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ദൈവവചനത്തിൽ ഓൾറെഡി പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുമുണ്ട്, സങ്കീർത്തനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചേ പറ്റൂ. പക്ഷെ അത് സംഭവിക്കുന്നത് ദൈവം ഒരു മനുഷ്യന്റെ ഇച്ഛയെ കടമെടുത്ത് അതിനെ ഹാർഡൻ ചെയ്ത് അതിനെ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ല. അവർ ഓരോരുത്തരും അവരവരുടെ റോള് ചെയ്യുക, അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അക്കൗണ്ട് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. അതിൻ്റെ ന്യായവിധി നിങ്ങൾക്കുണ്ടാവും. അത് നന്മയാണെങ്കിൽ അതും, തിന്മയാണെങ്കിൽ അതും. ദൈവമാണ് നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരുന്നത്. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയെ ഡിറ്റർമൈൻ ചെയ്യാൻ അതിന് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്താണ് അവസാനം സംഭവിക്കേണ്ടത് എന്ന് പ്രീഡിറ്റർമൈൻ ചെയ്യുന്നത്. ദൈവം ഓൾറെഡി പ്രീഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന കാര്യത്തിലേക്ക് എൻ്റെ തെരഞ്ഞെടുപ്പുകൾ എത്തിച്ചേരുന്നേ ഉള്ളൂ, സെർവ് ചെയ്യാൻ കഴിയത്തേ ഉള്ളൂ. എൻ്റെ തീരുമാനമാണ് ആത്യന്തികമായി ദൈവിക പദ്ധതികളെ തീരുമാനിക്കുന്നതെങ്കിൽ ദൈവത്തിന് പിന്നെ ഒരു അധികാരവുമില്ല. ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യത്തെ ഞാൻ എൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് ഫുൾഫിൽ ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഷെയർ ഓൺലി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നത് ദൈവത്തിന് ഒരു നിർണയമുണ്ട്, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ. അത് മനുഷ്യന്റെ അഭിപ്രായം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും തീരുമാനം കൊണ്ടും. നാം എടുക്കുന്ന സ്റ്റുപ്പിഡായിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള, നമ്മുടെ ഫുളിഷ് ആയിട്ടുള്ള ആക്ട് പോലും, ഏത് മൈനറായ ആക്ഷൻ പോലും അതിൻ്റെ ഔട്ട്കത്തെ തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ദൈവം അതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു ഊഞ്ഞാലിൻ്റെ രണ്ട് വള്ളി പോലെയാണ്. ഒന്ന് പരമാധികാരം, രണ്ട് മനുഷ്യന്റെ സ്വന്തം ഇച്ഛയിലുള്ള തീരുമാനം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ദൈവിക പദ്ധതി നിറവേറ്റുന്നത്. അപ്പോൾ നാം
ഇവിടെ വായിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എൻ്റെ കൺട്രോളില്ല, പക്ഷെ ഔട്ട്കം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കൊന്നു എന്നുള്ളത് അവരുടെ തീരുമാനമാണ്, പക്ഷേ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലം, രക്ഷാപദ്ധതി, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയുള്ള ദൈവിക അനാദിയിലെ നിർണയം, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അപ്പോൾ ദൈവം സംഭവിക്കണമെന്ന് മുൻ നിർണയിച്ച ആ കാര്യം നിറവേറ്റുന്നത് 4 കൂട്ടരെ. ആ 4 കൂട്ടരെ ദൈവം വാടകക്കൊലയാളികളെ പോലെ വിളിച്ചിട്ടില്ല. അവരോരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം ചെയ്യുകയാണ്. നമ്മൾ അശൂറിനെ കുറിച്ച് പഠിച്ചപ്പോഴും അശൂറിനെ ദൈവം ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് അശൂറിൻ്റെ തന്നെ പാപം കൊണ്ടാണ്. പക്ഷേ അത് നിർണയിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം. അശൂരാണ് മനസ്സിൽ ആഗ്രഹിച്ചത് മറ്റ് ജാതികളെ, ഇസ്രായേലിനെ ഒക്കെ ആക്രമിക്കണമെന്ന്. ആ ആഗ്രഹത്തിന് ദൈവം അവനെ കൈവിട്ടപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം, മുൻ നിർണയിക്കപ്പെട്ട ആഗ്രഹം നിറവേറി. ദൈവത്തിൻ്റെ സോവറിൻ പ്ലാനിലെ മാറാത്ത ആ ആലോചനയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എത്തിച്ചേരുന്നു. എവരി ആക്ഷൻ ക്യാൻ സെർവ് ഓൺലി ഗോഡ്സ് എറ്റേണൽ പ്ലാൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് വിചാരിക്കാം, ഒരു ഈവിൾ ആക്ട്, അത് മനുഷ്യന്റെ തീരുമാനം, അതിൻ്റെ ഒരു ഔട്ട്കം, അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, അത് ആത്യന്തികമായി ദൈവം തീരുമാനിച്ച പദ്ധതിയിലേക്ക് എത്തിച്ചേരുന്നു, അതിനെ ഫുൾഫിൽ ചെയ്യുന്നു, അതിനെ സെർവ് ചെയ്യുന്നു. അവർ ക്രൂശിച്ചു, ഈവിൾ ആക്ട്. ഔട്ട്കം യേശുക്രിസ്തുവിന്റെ മരണം. അത് ആത്യന്തികമായി ദൈവം മുൻനിർണയിച്ച തൻ്റെ നിത്യരക്ഷാ പദ്ധതിയിലേക്ക് എത്തിച്ചേരും. ഇതാണ് സോവറിനിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരേപോലെ വർക്കാകുന്നത്. അപ്പോൾ സംഭവിക്കണം എന്ന മുൻനിർണയം അവരുടെ പേഴ്സണൽ ഡിസിഷനിലൂടെയാണ് പൂർത്തിയാക്കപ്പെട്ടത്. അപ്പോൾ ദൈവം ഉത്തരവാദിയാണോ? അല്ല, അവരാണ് ഉത്തരവാദി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറി. ദൈവം ഏത് പ്രവൃത്തിയുടെയും ഔട്ട്കത്തെ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഏത് പ്രവൃത്തിയുടെയും പോസിബിൾ ഔട്ട്കം ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയും. സോ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. അതാണ് ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനം. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയവും പ്രത്യാശയും വിശ്വാസവും എങ്ങനെയാണ് നമുക്ക് വേദോത്സവം നൽകുന്നത്? ദൈവത്തിന് ഏത് പ്രവൃത്തിയുടെയും ഔട്ട്കത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളിടത്താണ്. അപ്പോൾ ഇവിടെ 50% മനുഷ്യന്റെ പ്രവൃത്തിയും 50% ദൈവത്തിന്റെ പ്രവൃത്തിയും കൂടെ ചേർന്നല്ല ക്രൂശുമരണം. 100% അവരുടെ ഉത്തരവാദിത്തം യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളത്. 100% ദൈവത്തിന്റെ മുൻനിർണയമാണ് യേശു ക്രിസ്തു മരിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പം സോവറൻ പ്ലാൻ 100% ദൈവത്തിന്റെ, മനുഷ്യന്റെ ഉത്തരവാദിത്തം 100% അവന്റെ. അല്ലാതെ ഇതൊരു 50-50 ആയിട്ടല്ല. അതുകൊണ്ടാണ് സകലതും എവറിത്തിങ് വർക്ക്സ് ടുഗദർ ഫോർ ദ ഗുഡ്നസ്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ദൈവത്തിന്റെ നന്മയ്ക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിക്ക്. ഓക്കെ, ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ മറ്റൊരു വേദഭാഗത്തിലേക്ക് വരാം. അത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായമാണ്. അവിടെയും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം കാണുന്നത്. 3:13 മുതലുള്ള വാക്യം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളാണ്. പീലാത്തോസിന്റെ മുമ്പിൽ അവനെ തള്ളിപ്പറഞ്ഞു.
പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായകനെ വിട്ടുതരണം എന്ന് ചോദിച്ച് ജീവനായകനെ കൊന്നുകളഞ്ഞു. ഇതെല്ലാം മനുഷ്യന്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ അവന്റെ ഉത്തരവാദിത്തത്തിൽ നടന്ന കാര്യമാണ്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. എന്നിട്ട് 18-ാമത്തെ വാക്യം, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ദൈവം തന്റെ മുന്നറിവിൽ, മുൻനിർണയത്തിൽ, തന്റെ സോവറിൻ പദ്ധതിയിൽ തീരുമാനിച്ച കാര്യം ഇങ്ങനെ നിവർത്തിച്ചു. എങ്ങനെ നിവർത്തിച്ചു? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തികളാൽ. എങ്ങനെ? അവർ അവനെ ഏൽപ്പിച്ചു, അവർ അവനെ തള്ളിപ്പറഞ്ഞു, അവർ ജീവനായകനെ കൊന്നുകളഞ്ഞു. അവരാണ് ചെയ്തത്. അതിലൂടെ ദൈവം ഈ കാര്യങ്ങളെ നിവർത്തിച്ചു. അപ്പോൾ ഇത് വളരെ മനോഹരമായി നമുക്ക് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിർണയിച്ചതിനെ എങ്ങനെയാണ് മനുഷ്യൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? മനുഷ്യരിലൂടെയാണ്. മനുഷ്യന്റെ ഇച്ഛയെ ദൈവം കൺട്രോൾ ചെയ്യുന്നില്ല. ദൈവം തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കൺട്രോൾ ചെയ്യുന്നില്ല. അത് അവരുടെ തീരുമാനം. പക്ഷെ സമയത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ദൈവം അവൻ്റെ തീരുമാനത്തെ കണ്ട് തൻ്റെ പദ്ധതി അതും കൂടെ ഉൾപ്പെടുത്തിയ മനുഷ്യന്റെ തീരുമാനത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയും കൂടെ അതിൻ്റെ കൂടെ ഔട്ട്കം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനാദിയിലെ ദൈവം തൻ്റെ പർപ്പസ് ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്നു, തൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ കൊലപാതകനായനെ വിട്ടുതരണം എന്നത് അവരുടെ തീരുമാനം. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിനു മനസ്സായി. അതാണ് ദൈവത്തിൻ്റെ സോവറൻ പ്ലാൻ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. കൊലപാതകനെ വിട്ടുതരണമെന്നത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ നമ്മൾ യെശയ്യാപ്രവചനം 53 വായിക്കുന്നത് അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് മനസ്സായി. അപ്പം ദൈവം എറ്റേണിറ്റിയിൽ എന്താണോ പ്ലാൻ ചെയ്തത് അത് സമയത്തിൻ്റെ അകത്ത് മനുഷ്യന്റെ ഫ്രീ ചോയ്സിലൂടെ ദൈവം നിവർത്തിക്കുന്നു. സോ ഗോഡ് സോവറൻ പ്ലാൻസ് ഫുൾഫിൽ ത്രൂ ദ മീൻസ്. ഈ യെശയ്യാപ്രവചനം 53 അകത്ത് നമ്മൾ കാണുന്ന ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ റോളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അവിടെ ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. തൻ്റെ പുത്രനെ കഷ്ടം വരുത്തി അവനെ തകർത്ത് കളയുവാൻ അവന് പ്രസാദം തോന്നി. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തി 2, 3, 4 അധ്യായങ്ങളിലാണ്. നിങ്ങൾ അവനെ കൊന്നു, നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു, നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം യെശയ്യാ 53:6 യഹോവ നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എങ്ങനെ? മനുഷ്യന്റെ ഗൂഢാലോചനയിലൂടെ. യെശയ്യാ 53:10 എഴുതിയിരിക്കുന്നത് അവൻ അവന് കഷ്ടം വരുത്തിയെന്ന. ആര്? ദൈവം അവന് കഷ്ടം വരുത്തി. അവർ അവന് കഷ്ടം വരുത്തിയെന്നല്ല, അവൻ അവന് കഷ്ടം വരുത്തി. എന്നാൽ അവനെ കഷ്ടപ്പെടുത്തിയത് ആരാ? അധർമ്മികളാണ്. അധർമ്മികളുടെ കയ്യാൽ നീ അവനെ ഏൽപ്പിച്ചു. അപ്പം തൻ്റെ പുത്രൻ കഷ്ടം അനുഭവിക്കണം. അവന് കഷ്ടം വരുത്തി. ആരാ കഷ്ടം വരുത്തി? ദൈവം അല്ല. അവന് കഷ്ടം വരണമെന്ന ദൈവത്തിൻ്റെ മുൻ നിർണയം അധർമ്മികളുടെ കയ്യാൽ അവൻ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അധർമ്മികൾ അവരുടെ ഇഷ്ടത്തിൽ ചെയ്തു. പുത്രൻ കഷ്ടപ്പെടണമല്ലോ. അപ്പൊ പുത്രൻ കഷ്ടപ്പെടണമെങ്കിൽ ആരെങ്കിലും അവനെ കഷ്ടപ്പെടുത്തിയേ മതിയാവൂ. ആ കഷ്ടപ്പെടുത്തുന്ന റോള് ചെയ്തവർ ഈ മനുഷ്യര്. അപ്പോൾ അവര് ഈ കഷ്ടം ദൈവത്തിന് വരുത്തിയപ്പോൾ പുത്രൻ കഷ്ടപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറുകയാണ്. എന്നിട്ട് ഇങ്ങനെ യഹോവയുടെ ഇഷ്ടം തൻ്റെ കയ്യാൽ സാധിക്കണം. അപ്പം ഇത് ഈ ദൈവം ഒരു നെയ്ത്തുശാലയിൽ ഒരു നൂല് നെയ്തെടുക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ഈവിൾ ആക്റ്റും മനുഷ്യന്റെ ഡിസൊബീഡിയൻസും എല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നില്ല. സകലതും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിനി ആവർത്തിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഇനി ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ തീരുമാനം മനുഷ്യൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസിനെ അല്ല നിർണ്ണയിക്കുന്നത്.
നാം ചെയ്യുന്ന തീരുമാനങ്ങളുടെ ഭാവി നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കും. നാം ചെയ്യുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കും. എന്നാൽ അതിൻ്റെ ഔട്ട്കം ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനിനെ സെർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ലഭിക്കും. അവൻ പാപികളുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെട്ടു, അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അപ്പം അവരുടെ പാപം അവരുടെ കയ്യിൽ, അവരുടെ മേൽ, അത് ദൈവത്തിൻ്റെ മേലല്ല. ദൈവമല്ലേ അവനെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ദൈവമല്ലേ അവനെ തകർത്ത് കളയുവാൻ അവനല്ലേ മനസ്സായിരുന്നു. അതെ, ദൈവത്തിന് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കണം. പക്ഷേ അത് ദൈവം ചെയ്യുന്നത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിലൂടെ. അപ്പോൾ മനുഷ്യർ അവനെ കൊല്ലണമെന്നുള്ളത് ദൈവം ഓൾറെഡി തൻ്റെ സ്വേച്ഛാധികാരത്തെ തീരുമാനിച്ചു വെച്ചിട്ടില്ല. മനുഷ്യൻ പുത്രൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ജാതികൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും രാജാക്കന്മാർക്ക് അവനെതിരെ പ്ലാൻ ചെയ്യുന്നതും അവരെതിരെ ഗൂഢാലോചന ചെയ്യുന്നതും കർത്താവ് മുൻകൂട്ടി കണ്ടിട്ട് ആ മുന്നറിവിൽ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 13, 14 വാക്യങ്ങൾ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. 18ാമത്തെ വാക്യം ദൈവത്തിൻ്റെ സോവർണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ അവൻ അത് നിവർത്തിച്ചു. ദൈവം സകലതും നിവർത്തിച്ചു, അല്ലെങ്കിൽ ദൈവം സകലതും പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗം മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പും കൂടെയാണ്. എല്ലാമല്ല, ഒരു ഭാഗം. അപ്പം നമുക്ക് പ്രത്യാശയ്ക്കുള്ള ഒരു വക എന്ന് പറയുന്നത് സകലതും ദൈവം തൻ്റെ ഉദ്ദേശത്തിനായി ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രോബ്സ് അല്ലെങ്കിൽ സദൃശവാക്യം അതിൻ്റെ 16ാമത്തെ അധ്യായം അതിൻ്റെ 4ാമത്തെ വാക്യം ഈ കാര്യത്തെ വളരെ നന്നായി പ്രതിപാദിക്കുന്നുണ്ട്. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അപ്പോൾ ദുഷ്ടനുണ്ട് ഇവിടെ, അവനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഈവിളിനെയും ഈവിൾ വർക്കിനെയും പിശാചിനെയും ദൈവം അനുവദിച്ചിട്ടുണ്ട് ഇവിടെ. ആ അനുവദിക്കപ്പെട്ട പരിധിക്കകത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാനിനെ അട്ടിമറിക്കാനല്ല, തൻ്റെ ഉദ്ദേശത്തെ നിവർത്തിപ്പാനാണ്. സോ നമ്മളുടെ ഈവിൾ പ്ലാൻ നമ്മളുടേതാണ്. എന്നാൽ ഏത് ദുഷ്ടതയെയും തൻ്റെ നെയ്ത്തുശാലയിൽ നെയ്ത് അൾട്ടിമേറ്റ് നന്മയിലേക്ക്, എറ്റേണൽ ഗുഡ്നെസ്സിലേക്ക് ദൈവം അതിനെ മാറ്റുന്നു. സകല ദുഷ്ടപ്രവർത്തികളുടെയും ഫലത്തെ തൻ്റെ ഉത്തമ ഉദ്ദേശത്തെ സെർവ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. അതിനപ്പുറത്തേക്ക് ദുഷ്ടപ്രവർത്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നിരൂപണം മനുഷ്യൻ്റേത്, റിസൾട്ട് ദൈവത്തിൻ്റെ കയ്യിലാണ്. തെരഞ്ഞെടുപ്പ് മനുഷ്യൻ്റേത്, അതിൻ്റെ ഔട്ട്കം ദൈവമാണ് ഗവേൺ ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ സോവർണിറ്റിയും പരമാധികാരവും ഒരുപോലെ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഈ എറ്റേണൽ പർപ്പസും രക്ഷാപദ്ധതിയും പരസ്പര പൂരകമായി അന്വർത്ഥമായി തീരുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗം കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുക. അടുത്ത ക്ലാസ്സിൽ ഇതിനെ സംബന്ധിച്ച് മറ്റു ഭാഗങ്ങൾ കൂടുതൽ വ്യക്തതയോടെ പറയാനായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.